പാലക്കാട് അട്ടപ്പാടിയിൽ 200 കിലോ ചന്ദനവുമായി 8 പേർ വനം വകുപ്പിന്റെ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഷോളയൂർ മരപ്പാലത്ത് നിന്ന് ചന്ദനം മുറിച്ച് കാറിൽ കടത്താൻ ശ്രമിച്ചപ്പോൾ പിടിയിലാവുകയായിരുന്നു. അട്ടപ്പാടി മേഖലയിൽ അഗളി റേഞ്ചിൻ്റെ പരിധിയിൽ വെച്ചിട്ട് 7 പ്രതികളെ വലിയ ചന്ദന കച്ചവടം നടത്തുന്നതും വെട്ടുന്നതുമായിട്ടുള്ള 7 പ്രതികളെ പിടികൂടി. അവരുടെ കയ്യിൽ നിന്ന് 200 കിലോയോളം ചന്ദനവും പിടികൂടിയിട്ടുണ്ട്. പട്ടായതും അതേപോലെ ഒരു കാറും പിടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഈ കേരളത്തിൽ തന്നെ വലിയ ശൃംഖലയിൽപ്പെട്ട കണ്ണികളിൽപ്പെട്ട ആളുകളാണ് അതിൽ പിടിച്ച 2 ആൾ. ഒന്നാം പ്രതിയായിട്ടുള്ള ഹുസൈനും രണ്ടാം പ്രതിയായിട്ടുള്ള ഗഫൂർ അലിയും. ഒരു സ്ഥിരം ചന്ദന കച്ചവടം നടത്തുന്ന ആളുകളാണ്. ഇതന്നെയാണ് അവർ ചന്ദന കച്ചവടം തന്നെയാണ് തൊഴിൽ. അതേപോലെ തന്നെ തിരുവണ്ണാമല സ്വദേശികളായിട്ടുള്ള 5 പേര് സ്ഥിരം കാട്ടിൽ നിന്നും ചന്ദനം ശേഖരിച്ച് ഈ മരം മുറിച്ച് കൊടുക്കുന്ന ആളുകളാണ്. ഈ കൊടുക്കുന്ന ആളുകളെയും അതേപോലെ തന്നെ വാങ്ങിയ ആളുകളെ നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കാറിനകത്ത് നിന്ന് 3 ചാക്കുകളിലായിട്ട് ഏകദേശം 100 കിലോ അടുത്തുള്ള ചന്ദന ചീളുകൾ നമ്മൾ ശേഖരിച്ചു. അവർ പിടികൂടി. അരുണാലത്തൂരുണ്ട് പാലക്കാട് നിന്ന്. അരുൺ പറയാം. ദേവിക, ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായിട്ടാണ് വനം വകുപ്പിന്റെ രഹസ്യ പരിശോധനയിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചന്ദനക്കടത്ത് അതിനെ പിടികൂടിയിരിക്കുന്നത്. അട്ടപ്പാടി ഷോളയൂരിലെ മരപ്പാലത്ത് വെച്ചാണ് ഈ കാറിൽ കടത്തുകയായിരുന്ന ചന്ദനം പിടികൂടിയിരിക്കുന്നത്. തമിഴ്നാട് തിരുവണ്ണാമല സ്വദേശികളായ മുരളി, കുപ്പുസ്വാമി, സെന്തിൽ കുമാർ, തങ്കരാജ്, അതുപോലെ തന്നെ പാലക്കാട് വല്ലപ്പുഴ സ്വദേശിയായ ഹുസൈൻ, വെള്ളിയമ്പുറം സ്വദേശി ഗഫൂർ അലി എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ ഹുസൈനും അതുപോലെ തന്നെ ഗഫൂർ അലിയും ഇവർ ഈ ചന്ദന മരങ്ങൾ മുറിച്ച് കടത്തുന്ന റാക്കറ്റിലെ പ്രധാനികളാണ് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഇവർ വ്യാപകമായിട്ട് ഇതിന് മുൻപും ചന്ദനം മുറിച്ച് കടത്തുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നുള്ളതാണ്. ഏതായാലും സംസ്ഥാനത്ത് അടുത്തിടെ ഉണ്ടായ ചന്ദനവേട്ടയിൽ വലിയ ഒരു ശേഖരം ചന്ദനമാണ് പിടികൂടിയിരിക്കുന്നത്. ഇവർ കാറിൽ ഒളിപ്പിച്ച് ഇത് കടത്താനുള്ള ശ്രമമായിരുന്നു. അപ്പോഴാണ് വനംവകുപ്പ് പരിശോധന നടത്തി ഈ കാറും ഒപ്പം 200 കിലോയോളം വരുന്ന ചന്ദനവും 8 പ്രതികളെയും പിടികൂടിയിരിക്കുന്നത്.